السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا إلهنا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച ലുസൂലു സലാസ എന്ന റിസാലയുടെ ആദ്യത്തെ അടിസ്ഥാനം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അൽ അസ്ലുസാനി, ഈ റിസാലയിലെ രണ്ടാമത്തെ അടിസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്ന ഒന്നാമത്തെ അടിസ്ഥാനത്തിന് ശേഷം രണ്ടാമതായി ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിക്കുന്നത് മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, ദീനുൽ ഇസ്ലാമിനെ തെളിവുകൾ സഹിതം പഠിക്കുക, അറിയുക എന്നതാണ്. ഓരോ മുസ്ലിമും അവന്റെ മേൽ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ, ഇസ്ലാമിൽ നിന്ന് അവൻ നിർബന്ധമായും അറിയേണ്ട കാര്യങ്ങൾ പഠിക്കുക എന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പൂർത്തീകരിച്ച ഈ ദീൻ ഏതാണ്? എന്താണ് ഈ ദീനിന്റെ പ്രത്യേകതകൾ? എന്താണ് ഇതിന്റെ അടിസ്ഥാനങ്ങൾ? ആ ദീൻ സ്വീകരിക്കുന്ന ഒരു മുസ്ലിം നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇത് എല്ലാ മുസ്ലിമും പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന അധികം ആളുകളും അവർ ഇസ്ലാമിനെ മനസ്സിലാകാതെ പഠിക്കാതെ പോകുന്ന സാഹചര്യത്തിൽ ശരിയായ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കൽ ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദഅ. ഇസ്ലാം അപരിചിതാവസ്ഥയിൽ ആരംഭിച്ചു, അത് ആരംഭിച്ച അപരിചിതാവസ്ഥയിലേക്ക് അത് തിരിച്ചു മടങ്ങുക തന്നെ ചെയ്യും. ഇസ്ലാമിൽ നിന്ന് ആളുകൾക്ക് ഇക്കാലഘട്ടത്തിൽ ഏറ്റവും അപരിചിതമായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവാണ്. ഇസ്ലാമിനെ അറിയാതെ എങ്ങനെയാണ് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുക, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക, ഇസ്ലാം അനുസരിച്ച് പ്രവർത്തിക്കുക? അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഏറ്റവും അപരിചിതത്വത്തിലായത് ശരിയായ ഇസ്ലാമിന്റെ അറിവാണ്. ഇസ്ലാമിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചേർത്തി പറയുന്ന ആളുകളുടെ തന്നെ അവസ്ഥ എന്താണ്? അവർ ഇസ്ലാമാണെന്ന് കരുതി ഇസ്ലാം അല്ലാത്തതാണ് ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും. ഇസ്ലാമിന്റെ അടിത്തറയാണ് തൗഹീദ്. ഈ തൗഹീദിനെതിരായ ശിർക്കാണ് പലരുടെയും ഇസ്ലാം, പലരുടെയും ദീൻ. ശിർക്കില്ലാതെ, ഖബറില്ലാതെ, സൃഷ്ടിപൂജയില്ലാതെ അവർക്ക് ഇസ്ലാമില്ല. അവർ മനസ്സിലാക്കുന്നത് ശിർക്കാണ്, ഇസ്ലാമിന് വിരുദ്ധമായ തൗഹീദിനെതിരായ ശിർക്കാണ് യഥാർത്ഥ ഇസ്ലാം എന്നാണ്. വേറെ ചിലർ ശരിയായ ഇസ്ലാം ഇത്തിബാഅാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ സമ്പൂർണ്ണമായി പിൻപറ്റലാണ്. എന്നാൽ അവർക്ക് ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പരിഗണിക്കാതെ തോന്നിയതുപോലെ ദീനിൽ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ശരിയായ ഇസ്ലാം എന്നു പഠിക്കലാണ് ഓരോ മുസ്ലിമിന്റെയും ബാധ്യത. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ അടിസ്ഥാനം വിശദീകരിക്കാൻ ആദ്യം ഇവിടെ ഇസ്ലാമിനെ പറ്റിയുള്ള മഹത്തായ ഒരു താരീഫ്, നിർവചനം കൊണ്ടുവരുന്നുണ്ട്. ഹുവ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ വൽ ബറാഅതു മിനശ്ശിർകി വഅഹ്ലിഹി. ഇസ്ലാം എന്നാൽ
തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങലും ത്വാഅത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിധേയത്വം കാണിക്കലും ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കലുമാകുന്നു. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ നിർവചനം. ഇത് 3 വാചകങ്ങളാണുള്ളത്. ഒന്നാമത്തെ വാചകം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അല്ലാഹുവിന് കീഴൊതുങ്ങുക, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് വകവച്ച് നൽകുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അത് സമ്പൂർണമായി അതിന് വിധേയത്വം കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞതാണ് ഈ നിർവചനത്തിന്റെ താല്പര്യം. സൂറത്തുൽ ഹജ്ജിലെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫഇലാഹുക്കും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. സൂറത്തുൽ ഹജ്ജിലെ 34-ാമത്തെ ആയത്ത്. നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്. ഫലഹു അസ്ലിമു, അസ്ലിമു ലഹു എന്നല്ല പറഞ്ഞത്. നമ്മൾ മുമ്പ് പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ള മഅമൂലിനെ ആമിലിനേക്കാൾ മുന്തിക്കുക എന്ന വിചിത്രമായ ഭാഷാ നിയമം ഇവിടെയും കാണാം. ഫലഹു അസ്ലിമു, അസ്ലിമു ലഹു എന്ന് പറയുന്നതിന് പകരം ഫലഹു അസ്ലിമു, അവസാനം പറയേണ്ടതിനെ ആദ്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമാണ് നിങ്ങൾ കീഴൊതുങ്ങേണ്ടത്, വേറെ ആർക്കുമില്ല. അള്ളാഹു മാത്രമാണ് നിങ്ങളുടെ ഇലാഹ്. അതുകൊണ്ട് ഫലഹു അസ്ലിമു ലാ ലിഗൈരിഹി, അള്ളാഹുവിന് മാത്രം നിങ്ങൾ കീഴൊതുങ്ങണം. വബശ്ശിരിൽ മുഖ്ബിതീൻ, അങ്ങനെ അള്ളാഹുവിന് മാത്രം കീഴൊതുങ്ങുന്ന വിനീതന്മാർ, വിനയാനിതർ, അവർക്ക് നബിയെ താങ്കൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. സൂറത്തുൽ ലുഖ്മാനിൽ കാണാം 22-ാമത്തെ ആയത്ത്, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ്, ആരാണോ തന്റെ മുഖത്തെ അള്ളാഹുവിലേക്ക് കീഴൊതുക്കിയവൻ, വഹുവ മുഹ്സിൻ, എങ്ങനെയാണ് അവൻ കീഴൊതുക്കിയത്? ഇഹ്സാനുള്ളവനായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നന്മകൾ പ്രവർത്തിച്ച് അവൻ പറഞ്ഞതനുസരിച്ച് തൗഹീദ് കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞവൻ, മുഖത്തെ അള്ളാഹുവിലേക്ക് തിരിച്ചവൻ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുത്ഖാ, അവൻ വളരെ ഉറപ്പുള്ള ഒരു പിടിവള്ളിയിലാണ്, പാശത്തിലാണ് പിടിച്ചിട്ടുള്ളത്. ആരാണോ തൗഹീദ് കൊണ്ട് അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങിയത്, തന്റെ മുഖത്തെ അള്ളാഹുവിലേക്ക് തിരിച്ചത്, അതുപോലെ തന്നെ സുഹൃതം ചെയ്തവനായ നിലയിൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയത്, അവൻ മുറുകെ പിടിച്ചത് വളരെ ഉറപ്പുള്ള ഒരു പിടിവള്ളിയിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ അൽ ഉർവത്തുൽ വുസ്ഖ എന്ന് പറഞ്ഞാൽ എന്താ? ഉർവത്തുൽ വുസ്ഖ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദ്, ഇസ്ലാമിന്റെ തൗഹീദിന്റെ പിടിവള്ളിയിലാണ് അവൻ പിടിച്ചിട്ടുള്ളത്. വ ഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ, അവനിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് കാര്യങ്ങൾ മടങ്ങുന്നത്, കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിലേക്കാണ്. അപ്പൊ ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ നിർവചനത്തിന്റെ 1-ാമത്തെ വാചകം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്ന ഇസ്ലാമിന്റെ കാതലായ അടിത്തറ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം സ്ഥാപിച്ച തൗഹീദാകുന്നു. അതിനുള്ള തെളിവുകൾ എമ്പാടും നമുക്ക് ഖുർആനിലുടനീളം വായിക്കാൻ സാധിക്കും. അതാണ് ദീനിന്റെ താക്കോൽ, സ്വർഗത്തിന്റെ താക്കോൽ. ദീനിന്റെ അകവും പുറവുമെല്ലാം ചൂഴ്ന്നു നിൽക്കുന്ന ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദാണ്. അതുകൊണ്ട് തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നതാണ് ഇസ്ലാമിന്റെ നിർവചനത്തിന്റെ ആദ്യ ഭാഗം. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഈ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, ഇതിനോട് ആളുകൾ വെച്ചു പുലർത്തുന്ന സമീപനം 3 രൂപത്തിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് വേർതിരിക്കാം. തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നുള്ളിടത്ത് മനുഷ്യർ 3 തട്ടിലായി അവരെ നമുക്ക് കാണാം. ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിന് മാത്രം കീഴൊതുങ്ങുന്നവർ, അള്ളാഹുവിനോട് യാതൊരു പങ്കാളികളെയും സ്വീകരിക്കാത്തവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇലാഹായി സ്വീകരിച്ചവർ, അവന് മാത്രം ഇസ്തിസ്ലാം ഫലഹു അസ്ലിമു എന്ന ഖുർആനിന്റെ കൽപ്പനയിൽ, അള്ളാഹുവിന്റെ കൽപ്പനയിൽ ഒതുങ്ങിയവർ, അവരാണ് യഥാർത്ഥത്തിൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് എന്ന ഭാഗത്തെ സ്വീകരിച്ച യഥാർത്ഥ വിജയത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും വക്താക്കൾ.
മുവഹിദുകൾ, യഥാർത്ഥ മുസ്ലിമുകൾ. രണ്ടാമത്തെ വിഭാഗം മൻ അശ്റക മഅ അല്ലാഹി ഫിൽ ഇസ്തിസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ കീഴൊതുങ്ങുന്നുണ്ട്, ഒപ്പം അള്ളാഹുവിനെ ആ വിഷയത്തിൽ പങ്കു ചേർക്കുന്നുണ്ട്. അള്ളാഹു അല്ലാത്തവർക്കും അവർ കീഴൊതുങ്ങുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു തേടുന്നു. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവർക്കും അത് പകുത്തു നൽകുന്നു. സഹായം തേടുന്നു, പ്രാർത്ഥിക്കുന്നു, വിളിച്ചു തേടുന്നു, അതുപോലെ തന്നെ നേർച്ചയാക്കുന്നു, ബലിയറുക്കുന്നു, ഭരമേൽപ്പിക്കുന്നു, അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു, അവരെ ഭയപ്പെടുന്നു അദൃശ്യമായി. ഇങ്ങനെ അള്ളാഹുവിനും അള്ളാഹു അല്ലാത്തവർക്കും കീഴൊതുങ്ങുന്നവർ, അവരെ കുറിച്ചാണ് നമ്മൾ പറയുക മുശ്രിക്കുകൾ. അവരെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ അള്ളാഹുവിനും അതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്കും കീഴൊതുങ്ങുന്നത്, അള്ളാഹുവിന് നൽകേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് നൽകുന്നത് അള്ളാഹുവോടൊപ്പം, ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗം ഹറാമാണ്. വമഅവാഹുൻ നാർ, അവരുടെ സങ്കേത നരകമാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ഇങ്ങനെയുള്ള അക്രമികൾ, അള്ളാഹുവിന് വകവെച്ച് നൽകേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് നൽകുന്നവർ, അള്ളാഹുവിന് ആ വിഷയത്തിൽ ശിർക്ക് ചെയ്യുന്നവർ, അക്രമികൾ, അവർക്ക് യാതൊരു സഹായിയെയും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു പറയുന്നു. ഇവരാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. അവർ ഏറ്റവും വലിയ വഴികേടിലാണ്, അവർ ഏറ്റവും വലിയ തിന്മയിലാണ്, അവർ ഏറ്റവും വലിയ അന്ധകാരത്തിലാണ്. അവർക്ക് ഖൈർ എന്താണ്, ഇസ്ലാമിന്റെ ഭംഗി എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്ന ആളുകളെ സൂറത്ത് സുമറിൽ 29-ാമത്തെ ആയത്തിൽ ഒരു ഉപമയിലൂടെ നമുക്ക് വിശദീകരിച്ച അവരുടെ അവസ്ഥ. ضرب الله مثلا رجلا فيه شركاء متشاكسون ورجلا سلما لرجل هل يستويان مثلا الحمد لله بل أكثرهم لا يعلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഉപമിക്കുകയാണ്. അയാൾക്ക് ഒന്നിലേറെ യജമാനന്മാരുണ്ട്, ഉടമസ്ഥന്മാരുണ്ട്. ഒന്നിലേറെ മുതശാകിസൂൻ, തമ്മിൽ തല്ലുന്ന, അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെടുന്ന, പരസ്പരം പോരടിക്കുന്ന ഉടമകൾക്ക്, യജമാനന്മാർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഒരു സേവകൻ അല്ലെങ്കിൽ ഒരു അടിമ. അവന്റെ ഉപമ വറജുലൻ സലമൻ ലിറജുലിൻ, ഒരൊറ്റ യജമാനന്റെയും ഉടമസ്ഥന്റെയും കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സേവകന്റെ അടിമയുടെ പോലെയാകുമോ? ഹൽ യസ്തവിയാനി മസല, അവർ രണ്ടുപേരും സമമാകുമോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്യുന്നവന്റെയും തൗഹീദിലുള്ളവന്റെയും ഉപമയാണിത്. ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ, ഒന്നിലേറെ യജമാനന്മാർ തമ്മിൽ പോരടിക്കുന്ന യജമാനന്മാർക്ക് കീഴിൽ ജോലി ചെയ്യുന്നവരെ പോലെ ആയിരിക്കും. അവനൊരു സമാധാനം ഉണ്ടാവില്ല, ഒരു റാഹത്തും ഉണ്ടാവില്ല. ഒരാൾ ചെയ്യാൻ പറയും, മറ്റയാൾ ചെയ്യേണ്ടെന്ന് പറയും. കാരണം ഇയാൾക്ക് ഇഷ്ടമുള്ള മറ്റയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇയാൾ ഇരിക്കാൻ പറയും, അയാൾ നിൽക്കാൻ പറയും. ഇയാൾ മുന്നിടാൻ പറയും, അയാൾ പിന്നിൽ നിൽക്കാൻ പറയും. ഇങ്ങനെ ഒരു സമാധാനവും സ്വസ്ഥതയുമില്ലാതെ അവർക്ക് കീഴിൽ ഛിന്ന ഭിന്നമായി അവന്റെ ജീവിതം തൊലയും. എന്നാൽ ഒരൊറ്റ യജമാനൻ, അയാൾ പറഞ്ഞതനുസരിച്ച് അയാൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആളുടെ അവസ്ഥ എന്താണ്? അയാൾ വളരെ റാഹത്തിലായിരിക്കും, അയാളുടെ ജീവിതവും സ്വസ്ഥപൂർണമായിരിക്കും. ഇതുപോലെയാണ് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹിദുകളുടെയും അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളുടെയും അവസ്ഥ. ഒരിക്കലും ശിർക്കിന്റെ വക്താക്കൾക്ക് സമാധാനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. എങ്ങനെ അവർക്ക് സമാധാനം കിട്ടാനാണ്? എന്താണ് അവർക്ക് സമാധാനം നൽകുക? ഒരു ഇലാഹിൽ നിന്ന് മറ്റൊരു ഇലാഹിലേക്ക്, ഒരു ദർഗയിൽ നിന്ന് മറ്റൊരു ദർഗയിലേക്ക്, ഒരാൾ ദൈവത്തിൽ നിന്ന് മറ്റൊരു സൃഷ്ടിയിലേക്ക്, ഇങ്ങനെ അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും സമാധാനം ലഭിക്കുന്ന അവസരം ഉണ്ടാവില്ല. മരണം വരെ അവർ അസ്വസ്ഥരായിരിക്കും, അവരുടെ ഹൃദയം കലുഷിതമായിരിക്കും. സമാധാനം, സൗഭാഗ്യം ജീവിതത്തിൽ മനസ്സുകൊണ്ട് അനുഭവിക്കാൻ, രുചിച്ചറിയാൻ അവർക്ക് സാധിക്കുകയില്ല. ഇതാണ് ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള ദുരന്ത ഫലം. സൂറത്തുൽ ഹജ്ജിൽ മറ്റൊരു ഉപമ അല്ലാഹു മനോഹരമായി വിശദീകരിച്ചു. 31-ാമത്തെ ആയത്ത്, വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ, ആരാണോ അല്ലാഹുവിനെ ശിർക്ക് വെക്കുന്നത് അവൻ ആകാശത്ത് നിന്ന്, ശൂന്യാകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു ത്വയ്ർ ഔ തഹ്വി ബിഹി റീഹ് ഫീ മകാനിൻ സഹീഖ്, ആകാശത്ത് നിന്ന്, ശൂന്യാകാശത്ത് നിന്ന് വീണ ഒരുത്തൻ, എന്താണ് അവന്റെ അവസ്ഥ? അവനൊരു പക്ഷെ വലിയ പക്ഷികൾ, ആനറാഞ്ചിയെ പോലെയുള്ള വലിയ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോകും ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പ്. അവന്റെ ശരീരം കൊത്തിപ്പറിക്കും, അവന്റെ ജീവൻ ചിലപ്പോൾ നഷ്ടമാകും. അതല്ലെങ്കിൽ കാറ്റ്
ആ കാറ്റവനെ വിദൂര പ്രദേശത്ത് കൊണ്ടുപോയി വല്ല കൊക്കയിലോ മറ്റോ കൊണ്ടുപോയി പതിപ്പിക്കും. ഇങ്ങനെ അവന്റെ ജീവിതം അത് അന്താളിപ്പിലാകും, പരിഭ്രമത്തിലാകും, അല്ലെങ്കിൽ അവൻ മരണത്തിന്റെ വക്കിലാകും. ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള തൗഹീദ് സലാം കൈവടിഞ്ഞൊരു മുശ്രിക്കിന്റെ അവസ്ഥ. അവൻ സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടികളിലേക്ക്, ശിർക്കിൽ നിന്ന് ശിർക്കിലേക്ക്, ബിദ്അത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ പിശാചുക്കളും സാക്ഷാൽ ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാരും അവരെ റാഞ്ചിയെടുക്കും. അവരെ കൽബും ബുദ്ധിയും വാക്കും പ്രവൃത്തിയും ജീവനും ജീവിതവും എല്ലാം അവർക്ക് മുമ്പിൽ പണയം വെക്കപ്പെടും. എന്നാലും സമാധാനം കിട്ടുമോ? ഒരിക്കലും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹുവിന് മാത്രം കീഴൊതുങ്ങുന്ന മുവഹിദുകൾക്ക് മാത്രമാണ് നിർഭയത്വം, സമാധാനം, സ്വസ്ഥതയുണ്ടാകുക. അതല്ലാത്തവരുടെ അവസ്ഥ ഈ പറഞ്ഞ ഉപമകളിൽ അള്ളാഹു വിവരിച്ചതുപോലെ ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ കൂട്ടർ. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് എന്ന ഇസ്ലാമിന്റെ നിർവചനത്തിന്റെ ആദ്യ ഭാഗത്തോട് എതിരിട്ട് നിൽക്കുന്ന മുശ്രിക്കുകൾ. ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകൾ, അവർ സിൻഫുൻ മുംതനിഉൻ സിൻഫുൻ മുനാസിഉൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങുക എന്നതിനോട് പൂർണ്ണമായും എതിർത്ത് നിൽക്കുന്നവരും പുറംതിരിയുന്നവരും. അവർക്ക് ദീനില്ല, അവർക്ക് അല്ലാഹുവിനെ പരിചയമില്ല, അല്ലാഹുവിന്റെ റസൂലിനെ അറിയുകയില്ല. അവരുടെ ദീൻ അവരുടെ ഹവയാണ്, അവരുടെ തോന്നിവാസമാണ്, അവരുടെ തന്നിഷ്ടമാണ്. സ്വന്തം തന്നിഷ്ടത്തിന്റെ ഇലാഹായി മാറിയവർ, തനിക്ക് തോന്നിയതിന്റെ ആരാധ്യന്മാരായി തീർന്നവർ, അവരാണ് മുലാഹിദകൾ. അതുപോലെ തന്നെ ലാദീനികൾ, ദീനില്ലാത്ത നിരീശ്വര നിർമ്മതവാദികൾ. ഇവരുടെ അവസ്ഥ, അവരിൽ ചിലരെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികവും അതുപോലെ തന്നെ മതപരവുമായ വിധിയോട് അവർ കീഴൊതുങ്ങുകയില്ല. അവരതിനോട് എതിരിട്ട് നിൽക്കും. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിധിക്ക് അവർ കീഴൊതുങ്ങുന്നത്? എല്ലാം അള്ളാഹു വിധിച്ചതാണ്, അത് നമ്മൾ അംഗീകരിക്കണം, അതിൽ നമ്മൾ തൃപ്തിയടയണം, ചോദ്യം ചെയ്യാൻ പാടില്ല. അവർ പറയും, ഇല്ല, ഇവിടെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഈ പറഞ്ഞ ദുരന്തങ്ങൾ, അല്ലെങ്കിൽ അപകടങ്ങൾ, മരണം, രോഗം, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, അത് അനീതിയാണ്. അത് ചെയ്യുന്നവരോട് അള്ളാഹു കാണിക്കുന്ന അനീതിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ വിധിയിലും അവർ അംഗീകരിക്കൂല. ഇനി ദീനിന്റെ ശറഈയായ വിധികളോട് അവർ പുറംതിരിഞ്ഞിരിക്കുക. എന്താണ് അതിന്റെ മുന്നിൽ യുക്തിയില്ല. എന്തിനാണ് നിസ്കാരം 5 നേരം ഇങ്ങനെ കുമ്പിട്ട് വരുന്നതിന്റെ ആവശ്യം എന്താ? എന്താണ് അതിന്റെ യുക്തി? എല്ലാറ്റിന്റെ മുന്നിൽ അവർക്ക് യുക്തി വേണം. നമ്മൾ ഖളാ ഖദറിന്റെ ക്ലാസ്സിൽ അത് വിശദമായി പറഞ്ഞു ആ രംഗം. എല്ലാറ്റിന്റെ പിന്നിൽ യുക്തി ചെയ്യണം. യുക്തി ഇല്ലാത്തവർ അംഗീകരിക്കൂല. ബുദ്ധിക്ക് പരിമിതിയുണ്ട് എന്നവർ അംഗീകരിക്കുകയില്ല. അവർ സമ്പൂർണരാണ്, അവർ എല്ലാം തികഞ്ഞവരാണ് എന്ന ധാർഷ്ട്യവും അഹങ്കാരവുമാണ് അള്ളാഹുവിന്റെ പ്രാപഞ്ചികവും ശറഈയുമായ വിധിയോട് പൊരുത്തപ്പെടാനും അംഗീകരിക്കാനും അവർക്ക് തടസ്സം. അങ്ങനെ അള്ളാഹുവിനോട് അവർ കീഴൊതുങ്ങുകയില്ല, അള്ളാഹുവിന്റെ ദീൻ അവർ അംഗീകരിക്കുകയില്ല. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് എന്ന രംഗത്ത് ബഹുദൂരം പിഴച്ചുപോയ മറ്റൊരു വിഭാഗം അവരാണ്. ഇതിൽ രക്ഷപ്പെടുന്നവർ ആദ്യം പറഞ്ഞ മുവഹിദുകൾ മാത്രമാണ്. അവരാണ് സൗഭാഗ്യത്തിന്റെയും സമാധാനത്തിന്റെയും വക്താക്കൾ. മറ്റു 2 വിഭാഗങ്ങൾ ളാല്ലൂൻ മുദില്ലൂൻ, അവർ സ്വയം പിഴച്ചവരും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവരുമാണ്. ഇസ്ലാമിന്റെ ശരിയായ പാതയിൽ നിന്ന് ബഹുദൂരം വഴികേടിലായവരാണ്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് എന്നത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങുക. രണ്ടാമത്തെ വാചകം എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന നിർവചനത്തിലെ രണ്ടാമത്തെ വാചകം വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ, അനുസരണം കൊണ്ട് അള്ളാഹുവിന് വിധേയത്വം കാണിക്കണം. അതാണ് രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തേത് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങണം. തൗഹീദ് കൊണ്ട് നീ അള്ളാഹുവിന് കീഴൊതുങ്ങിയിൽ അള്ളാഹു മാത്രമാണ് നിന്റെ ഇലാഹ്, അവന് മാത്രമേ ആരാധനകൾ അഖിലവും ഇബാദത്ത് മുഴുവനും വകവെച്ചു കൊടുക്കാവൂ. ഞാൻ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു തേടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യൂ എന്നൊരാൾ അംഗീകരിച്ചു പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ പ്രവർത്തിക്കാൻ അവന് വയ്യ, ത്വാഅത്തില്ല. ത്വാഅത്ത് കൊണ്ട് അള്ളാഹുവിന് വിധേയത്വം കാണിക്കുന്നില്ല. നിസ്കരിക്കില്ല, നോമ്പ് നോക്കൂല, പലിശ ഒഴിവാക്കൂല, ഹറാമായ അള്ളാഹുവിന്റെ ദീനിൽ വിലക്കിയ കാര്യങ്ങൾ അവൻ ഒഴിവാക്കുകയില്ല.
നിർബന്ധമായ കാര്യങ്ങൾ വസ്ത്രധാരണത്തിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ, ദീനിന്റെ വിധിവിലക്കുകളൊന്നും അവൻ പാലിക്കില്ല. ഞാൻ ഏകദൈവ വിശ്വാസിയാണ്, ഞാൻ തൗഹീദ് അംഗീകരിക്കുന്നവനാണ്. അവന്റെ ഇസ്ലാം പൂർത്തിയായോ? ഇല്ല. അള്ളാഹുവിന് മാത്രം നീ തൗഹീദ് വകവെച്ചു കൊടുക്കുന്നുവെങ്കിൽ നിന്റെ വിധേയത്വം മുഴുവൻ അനുസരണം കൊണ്ട്, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് നീ നടപ്പിലാക്കണം. അതുകൊണ്ടാണ് ഇസ്ലാം കാര്യങ്ങൾ ഒന്നാമതായി എന്നെണ്ടി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് എണ്ണി. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. ഉടനെ എന്തെണ്ണി? അൻ തുഖീമ സ്വലാ, നീ നിസ്കരിക്കണം. ഷഹാദത്ത് പ്രഖ്യാപിച്ചാൽ അടുത്ത നേരത്തെ നിസ്കാരം മുതലവന് നിസ്കാരം നിർബന്ധമാണ്. പ്രായപൂർത്തിയായ സ്ത്രീയോ പുരുഷനാണെങ്കിൽ അതെന്താണ്? അൽ ഖിയാദു ലഹു ബിത്വാഅ, ത്വാഅത്ത് കൊണ്ട് അല്ലാഹുവിന് വിധേയത്വം കാണിക്കലാണ്. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ത്വാഅത്ത് കൊണ്ട്, അനുസരണം കൊണ്ട് വിധേയത്വം കാണിക്കുക? അതിന് രണ്ടവസ്ഥയുണ്ട്, രണ്ടു തലങ്ങളുണ്ട്. ഉലമാക്കൾ വിശദീകരിക്കുന്നു. ഒന്നാമത്തേത് ഹൃദയത്തിലുള്ള അവസ്ഥയാണ്. രണ്ടാമത്തേത് നമ്മുടെ പ്രവർത്തനത്തിൽ ബാധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് അംഗീകരിക്കുന്ന ഒരു മുവഹിദ്, തൗഹീദ് മനസ്സിലാക്കിയ പഠിച്ച ഒരാൾ അല്ലാഹുവിനോട് ത്വാഅത്ത് വകവെച്ചു കൊടുക്കാൻ ആദ്യം എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശറഇന്റെ കൽപ്പനകളെല്ലാം കേൾക്കാൻ, അനുസരിക്കാൻ, പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എനിക്കത് നിർബന്ധമാണ്. ഒരിക്കലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്ക് അനുവാദമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കണം. ഇഅ്തിഖാദു തക്ലീഫ് എന്നാണ് അതിന് പറയാം. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുഴുവൻ എനിക്ക് നിർബന്ധമാണ്. എനിക്കതിൽ നിന്ന് ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഞാൻ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹിദാണ് എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഞാൻ കേൾക്കണം. അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഞാൻ സ്വീകരിക്കണം. അത് സമ്പൂർണമായി ഞാൻ സ്വീകരിക്കണം, പിൻപറ്റണം. ഇതവൻ ഉറച്ചു വിശ്വസിക്കണം. കൽബിൽ അത് വിശ്വസിക്കണം. കൽബിൽ ഈ സംഗതി ഇല്ലെങ്കിൽ എനിക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ തോന്നും, തോന്നിയത് ഒഴിവാക്കാനും, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനും, അഭീഷ്ടത്തിനനുസരിച്ച് ഒഴിവാക്കാനും തോന്നും. എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് അള്ളാഹു നിർബന്ധമാക്കിയ മുഴുവൻ കാര്യങ്ങളും പ്രവർത്തിക്കാത്തത്? അള്ളാഹ് എന്തൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ടോ അതൊക്കെ പ്രവർത്തിക്കൽ നിർബന്ധമാണ്. അത് ഒഴിവാക്കിയാൽ ശിക്ഷയാണ്. അള്ളാഹു എന്തെല്ലാം ഹറാമാക്കിയിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കൽ നിർബന്ധമാണ്. അത് പ്രവർത്തിച്ചാൽ ശിക്ഷയാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ ഏറ്റക്കുറച്ചിലായത്, പല തട്ടിലായത്? മുസ്ലിം ഉമ്മത്തിന് വിശ്വാസമില്ല, പലരുടെയും ഹൃദയത്തിലെ അടിസ്ഥാനമില്ല. നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവനാണോ, അവന്റെ തൗഹീദ് അംഗീകരിക്കുന്നവനാണോ എങ്കിൽ അള്ളാഹുവിന് മാത്രം നീ അനുസരണം വകവെച്ചു കൊടുക്കണം. അതിലൊന്നാമത്തെ ഭാഗം അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവൻ സ്വീകരിക്കൽ നിനക്ക് നിർബന്ധമാണ്. അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് നിനക്ക് പറയാൻ പാടില്ല, നിനക്ക് ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകൾക്കപ്പുറം നിനക്ക് കടക്കാൻ പാടില്ല. ഇത് നിർബന്ധമാണ്. ഇത് നിന്റെ ഹൃദയത്തിൽ നീ ആദ്യം വിശ്വസിക്കണം. അലംറുസാനി. എന്നിട്ട് രണ്ടാമതായി നീ നിന്റെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പ്രവർത്തിക്കണം, എന്തു പ്രവർത്തിച്ചുകൂടാ, എങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, എന്താണ് ഇബാദത്ത്, എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് ഹറാം, എന്താണ് ഹലാൽ, ഇത് കൃത്യമായി നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ നീ ഭക്ഷണം കഴിക്കണം, എങ്ങനെ നീ നിന്റെ ഇണയെ സമീപിക്കണം, എങ്ങനെ നീ നിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചാൽ ശുചീകരണം നടത്തണം, അവിടെ നീ ഏത് കൈ ഉപയോഗിക്കണം. നിത്യജീവിതത്തിൽ നിന്നെ ബാധിക്കുന്ന എല്ലാ രംഗത്തും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പഠിപ്പിച്ചു. നിന്റെ ജീവിതത്തിൽ നീ അത് പ്രവർത്തിക്കണം. മുസ്ലിമേ, നിനക്ക് പ്രവർത്തിക്കാനുള്ളതാണത്, നിന്റെ ദീനാണത്, നീയാണത് പ്രവർത്തിക്കേണ്ടത്. നമ്മളാണ് അതിന് മുമ്പിൽ നിൽക്കേണ്ടത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് നിർബന്ധമായും പ്രവർത്തിക്കേണ്ടത് നിർബന്ധമായും പ്രവർത്തിക്കണം, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണമെന്ന വിശ്വാസം ആദ്യം ഉണ്ടാകണം. നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അമലായി പ്രവർത്തനമായത് നമ്മൾ പകർത്തണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ യുതാഅ ബിഇذനില്ലാ, സൂറത്ത് നിസാഇൽ 64. ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, അള്ളാഹു പറ, ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ റസൂലിനെ അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചത്, മുർസലീങ്ങളെ അയച്ചത് അതത് കാലഘട്ടത്തിലെ സമൂഹങ്ങൾ ആ മുർസലീങ്ങളെ പിൻപറ്റാനാണ്. അവിടുത്തെ സുന്നത്ത് ചോദ്യം ചെയ്യാതെ അത് ഐച്ഛികമാണോ, നിർബന്ധമാണോ, കറാഹത്താണോ, ഹറാമാണോ
ഇങ്ങനെ വ്യവച്ഛേദനമില്ലാതെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞോ സമ്പൂർണമായി അത് സ്വീകരിക്കലാണ്. ഇപ്പൊ അടുത്ത് മുൻഗാമികളിൽപ്പെട്ട ഇപ്പൊ അടുത്ത കാലത്ത് മരിച്ചുപോയ പണ്ഡിതന്മാരിൽ ഒരാൾ അവരെ സംസാരത്തിൽ പറയുകയുണ്ടായി, ഒരു ദീനനുസരിച്ച് ദീൻ നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ, ഒരു MBBS ഡോക്ടർ, സുന്നത്തൊക്കെ പാലിച്ച് താടിയൊക്കെ വളർത്തി അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കിയതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ, ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച, ഈജിപ്തിലുള്ള പ്രശസ്തമായ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച, ഇസ്ലാമിക് സ്റ്റഡീസിൽ PhD എടുത്തൊരു ചങ്ങാതി. അയാൾ ക്ലീൻ ഷേവാണ്. അവർ തമ്മിൽ കണ്ടുമുട്ടി. അപ്പൊ ഇദ്ദേഹത്തിന്റെ വദീഫ, ഇദ്ദേഹം ഇസ്ലാം ദീൻ അത് പ്രത്യേകം പഠിക്കാൻ വേണ്ടി അതിന് PhD ഒക്കെ നിർവഹിച്ച ആളാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് താടി വെക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അത് കേവലം സുന്നത്തല്ലേ, സുന്നത്തിന്റെ ഇസ്തിലാഹാത്തുകളൊക്കെ അയാൾ പറഞ്ഞു, ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയും. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർബന്ധ സ്വരത്തിലുള്ള സുന്നത്താണ് താടി വെക്കുക എന്നുള്ളത്. അപ്പൊ ഇയാളത് പറഞ്ഞപ്പോ ഈ ഡോക്ടർ അയാൾ തിരിച്ചു ചോദിച്ചു, എനിക്ക് നിങ്ങൾ ഈ പറയുന്ന മുസ്തലഹാത്തുകളും സാങ്കേതിക ശബ്ദങ്ങളൊന്നും അറിയില്ല, പക്ഷെ ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് എന്ന് എനിക്കറിയാം. ഞാൻ ഈ വെച്ച താടിയുള്ള രൂപത്തിലായിരിക്കുമോ അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാകുക? അതല്ല, നിങ്ങൾ ഈ കോലം കെട്ടിയ മുഖത്തൊരു രോമം പോലും ഇല്ലാതെ ക്ഷൗരം ചെയ്ത കോലത്തിലായിരിക്കുമോ അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാകുക? എന്താണ് നിങ്ങളുടെ ഉത്തരം? അയാൾക്ക് ഉത്തരം മുട്ടിയതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പകർന്നു തന്നാലും, അവിടുത്തെ സുന്നത്തായി എന്ത് സ്ഥിരപ്പെട്ടാലും അത് കേവല ഐച്ഛികമായ കാര്യമാണോ, നിർബന്ധമാണോ, ഒഴിവാക്കാൻ പറഞ്ഞ കറാഹത്താണോ, ഹറാമാണോ എന്ന് ചോദ്യം ചെയ്യാതെ സംശയലേശമന്യേ പിൻപറ്റാണ് അള്ളാഹുവിന്റെ കൽപ്പന. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിനെ നാം അയച്ചിട്ടുള്ളത് അവിടുത്തെ പിൻപറ്റാൻ വേണ്ടി മാത്രമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരാണോ തൗഹീദ് അംഗീകരിക്കുന്നത്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന ഇസ്ലാമിന്റെ അടിത്തറയെ പുൽകിയത്, രണ്ടാമതായി അവന് നിർബന്ധമാണ് വൽഇൻഖിയാദു ലഹു ബിത്വാഅ. അള്ളാഹിന്റെ റസൂൽ എന്ത് കൽപ്പിച്ചോ അത് പ്രവർത്തിക്കുക, അവിടുന്ന് എന്ത് വിലക്കിയോ അതിൽ നിന്ന് ഒഴിവാക്കുക. തൗഹീദുണ്ട്, നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, ഒരു കൽപ്പനയും പ്രവർത്തിക്കുകയില്ല, ഒരു ഹറാമും ഒഴിവാക്കുകയില്ല, അവന്റെ ഇസ്ലാം പൂർത്തിയായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മുനാഫിക്കുകളെ പറ്റി, വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂൽ വഅതഅനാ. അവർ പറയും ഞങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാണ്, ഞങ്ങളാണ് ദീനിന്റെ വൻമരങ്ങൾ, ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ പടുകുട്ടികൾ, ഞങ്ങളാണ് അങ്ങനെ, ഞങ്ങളാണ് ഇങ്ങനെ. അവകാശവാദങ്ങളും ജൽപ്പനകളും ഒക്കെ അവരിങ്ങനെ തൊടുത്തുവിടും. സാക്ഷാൽ മുനാഫിക്കുകൾ അങ്ങനെയാണ്. എന്നിട്ടോ സുമ്മ യതവല്ല ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക്. പിന്നീട് ആ പറഞ്ഞതിനെതിരായി അവർ പ്രവർത്തിക്കുകയും ചെയ്യും, ദീനിൽ നിന്ന് അവർ തിരിഞ്ഞു കളയും. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. അല്ലാഹു പറയണം അവർ മുഅ്മിനീങ്ങളല്ല, അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളല്ല. കാരണം എന്താ? വാക്കുകൊണ്ടോ പറച്ചിലുണ്ടോ ഞങ്ങൾ തൗഹീദുള്ളവരാണ്, ഞങ്ങൾ സുന്നത്തിന്റെ വക്താക്കളാണ് എന്ന കേവലം അവകാശവാദങ്ങളിലുള്ള യാഥാർത്ഥ്യം. വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ. നീ ഇസ്ലാമിന്റെ വക്താവാണെങ്കിൽ, നീ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവനാണെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനകൾ നിനക്ക് പ്രവർത്തിച്ചുകൂടാ? എന്തുകൊണ്ട് അള്ളാഹും റസൂലും വിലക്കിയ ഹറാമുകൾ നിനക്ക് ഒഴിവാക്കിക്കൂടാ? നന്മയൊന്നും പ്രവർത്തിക്കില്ല, ദീനിൽ വിലക്കപ്പെട്ട തിന്മയൊന്നും ഒഴിവാക്കൂല, എന്നിട്ട് ഞാൻ മുസ്ലിമാണെന്ന വാദം ഉന്നയിക്കുക സാക്ഷാൽ മുനാഫിക്കുകളുടെ അടയാളമാണ്. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. അവർ ഈമാനിൽ സത്യസന്ധത പാലിക്കുന്ന മുഅ്മിനീങ്ങളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലെ 47-ാമത്തെ ആയത്തിൽ പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ തൗഹീദ് പ്രവേശിച്ചുവെങ്കിൽ നമ്മുടെ അവയവങ്ങൾ, ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങണം. അതാണ് അൽ ഇൻഖിയാദു ലഹു ബിത്വാഅ എന്ന് പറഞ്ഞാൽ. ഇനി മൂന്നാമത്തെ ഭാഗം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇസ്ലാമിനെ നിർവചിച്ച ഇസ്ലാമിന്റെ നിർവചനത്തിലെ മൂന്നാമത്തെ ഭാഗം അൽ ബറാഅതു മിനശ് ശിർക്കി വ അഹ്ലിഹി. ഷിർക്കിൽ നിന്നും അതിന്റെ വക്താക്കളിൽ നിന്നും വിട്ടുനിൽക്കുക. ഒന്നാമത്തേത് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അല്ലാഹുവിന് കീഴൊതുങ്ങുക. രണ്ടാമത്തേത് വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ,
അനുസരണം കൊണ്ട് അള്ളാഹു പറഞ്ഞത് പ്രവർത്തിക്കുന്നു, അവൻ വിലക്കിയത് ഒഴിവാക്കുന്നു. അള്ളാഹുവിന് വിധേയത്വം കാണിക്കുക. മൂന്നാമതായി വൽ ബറാഅതു മിന ശിർക്കി വ അഹ്ലി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കുക. ഇത് നമ്മുടെ നാട്ടിലേറെ തെറ്റിദ്ധരിപ്പിക്കാറുള്ള, ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്ന സംസാരിക്കുന്ന ആളുകൾ പറയാൻ പേടിക്കാറുള്ള, അവർക്ക് ധൈര്യമില്ലാതെ പോകുന്ന ഇസ്ലാമിന്റെ അടിത്തറകളിൽ ഒന്നാണ്. യഥാർത്ഥത്തിൽ ഈ പറച്ചിൽ, ഈ പ്രഖ്യാപനം ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ്, ഞങ്ങൾക്ക് അവരുമായി മൈത്രി ബന്ധമില്ല എന്ന പ്രഖ്യാപനം സാക്ഷാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനമാണ്. നമ്മൾ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ദിക്റുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ഒരു ദിക്റാണ് അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം. ഞങ്ങളിതാ റബ്ബേ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിൽ നേരം പുലർന്നിരിക്കുന്നു. അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വ അലാ കലിമത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ വചനം, തൗഹീദിന്റെ വചനം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങളിതാ നേരം പുലർന്നിരിക്കുന്നു. വ അലാ ദീനി നബീന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലായി ഞങ്ങളിതാ നേരം പുലർന്നിരിക്കുന്നു. വ അലാ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ, ശിർക്കിനോട് യാതൊരു സംയമനവും പാലിക്കാത്ത ശുദ്ധ മുവഹിദായ തൗഹീദിലേക്ക് സമ്പൂർണമായി ചാഞ്ഞവനായ ഹനീഫായ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലിതാ ഞങ്ങൾ നേരം പുലർന്നിരിക്കുന്നു. വൈകുന്നേരവും അംസൈന എന്ന് പറഞ്ഞ് ഈ ദിക്ർ നമ്മൾ ആവർത്തിക്കാറുണ്ട്. ഏതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ മുംതഹനയിലെ 4-ാമത്തെ ആയത്തിൽ, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹിമ വല്ലദീന മഅ, നിങ്ങൾക്കിതാ മുസ്ലിമീങ്ങളെ, ഖദ് കാനത് ലക്കും, ഈ ആയത്ത് വായിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള സകല മുസ്ലിമീങ്ങൾക്കും ഈ പാഠം ബാധകമാണ്. അല്ലാഹു പറയുന്നു നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആരിൽ? ഫി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ, വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പമുള്ള മുഅ്മിനീങ്ങളിലും. എന്താണ് മാതൃക? ഇദ് ഖാലൂ ലിഖൗമിഹിം, അദ്ദേഹം തന്റെ സമൂഹത്തോട് പറഞ്ഞു. ആ സമൂഹത്തിന്റെ തലപ്പത്ത് നിൽക്കുന്നത് തന്റെ പിതാവാണ് ആസർ. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിനെ വിറ്റ് സമ്പാദിക്കുന്ന മാർഗമാക്കി തീർത്ത സ്വന്തം പിതാവടങ്ങുന്ന മുശ്രിക്കുകളായ കുഫാറുകളായ തന്റെ സമൂഹത്തോട് ഇബ്രാഹിം നബി പറയാണ്, ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറആഉ മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കുകയാണ്. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, ആദ്യം നിങ്ങളിൽ നിന്നാണ് പറഞ്ഞത്. ശിർക്ക് ചെയ്യുന്ന കുഫറിലായ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇതാ വിട്ടുനിൽക്കുകയാണ്, ഞങ്ങൾ നിങ്ങളുമായി ഒഴിഞ്ഞു നിൽക്കുന്നു. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ള നിങ്ങളുടെ ആലിഹത്തുകളിൽ നിന്ന്, ആരാധ്യന്മാരിൽ നിന്നും ഞങ്ങൾ വിട്ടുനിൽക്കുന്നു. കഫർനാ ബിക്കും, നിങ്ങളുടെ ദീനിൽ, നിങ്ങളുടെ ആദർശത്തിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ നിഷേധിക്കുന്നു. നിങ്ങളുടെ ഈ തെറ്റായ വിശ്വാസം, ആദർശം ഞങ്ങൾ നിരാകരിക്കുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കഫർനാ ബിക്കും വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ശത്രുതയും വിദ്വേഷവും പ്രകടമായിരിക്കുന്നു. എന്തിന്റെ പേരിൽ? തറവാടിന്റെ പേരിലാണോ? കുലമഹിമയുടെ പേരിലാണോ? പാരമ്പര്യത്തിന്റെ പേരിലാണോ? സ്വത്ത് തർക്കത്തിന്റെ പേരിലാണോ? കറുത്തവനെന്നും വെളുത്തവനെന്നും വിഭാഗീയതയുടെ പേരിലാണോ? ജാതീയതയുടെ പേരിലാണോ? പാവപ്പെട്ടവനും പ്രമാണിയുമെന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാവശ്യമായ മാനദണ്ഡങ്ങളുടെ പേരിലാണോ? വ്യവച്ഛേദനങ്ങളുടെ പേരിലാണോ? അല്ല, ദീനിന്റെ പേരിൽ. അബദൻ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ, നിങ്ങൾ അല്ലാഹുവിൽ മാത്രം ഈമാനുള്ള മുവഹിദുകളായി, യഥാർത്ഥ മുസ്ലിമുകളായി ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്ന കാലത്തോളം നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ ആദർശത്തിന്റെ പേരിലുള്ള ശത്രുതയും വിദ്വേഷവും പ്രകടമായിരിക്കുന്നു എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അദ്ദേഹത്തെ കൂടെയുണ്ടായിരുന്ന മുഅ്മിനീങ്ങളുടെയും വിഷയത്തിൽ, പ്രഖ്യാപനത്തിൽ, അവകാശവാദത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കേൾപ്പിക്കുന്നത്. ഇതാണ് വൽ ബറാഅതു മിന ശിർക്കി വ അഹ്ലി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുന്നത്. എന്നിട്ട് ഇതെടുത്തിട്ട് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ അവർ പറയും, കണ്ടോ, ഇവരുടെ സമൂഹത്തിൽ വിദ്വേഷം ജനിപ്പിക്കുന്നവരാണ്,
രാജ്യദ്രോഹികളാണ്. ഇവിടുത്തെ അമുസ്ലിമീങ്ങളോട് ശത്രുതയും വിദ്വേഷവും പ്രകടമാക്കി പ്രഖ്യാപിക്കുന്നവരാണ്. ഇവർ തീവ്രവാദികളാണ്, ഇവർ ഭീകരവാദികളാണ്. ശരി, ഇത് ഭീകരവാദവും തീവ്രവാദവുമാണെങ്കിൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം പറഞ്ഞ ആദർശമാണെങ്കിൽ ആ ആദർശത്തിലാണ് ഞങ്ങളുള്ളത് എന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. സഹോദരങ്ങളെ, ഇതൊരാൾ ഉറച്ചു വിശ്വസിക്കണം. അതില്ലാതെ അവന്റെ ഇസ്ലാം പൂർത്തിയാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദിനെതിരായി, അവന്റെ ദീനിന്റെ അടിത്തറക്കെതിരായി നിലകൊള്ളുന്ന ആരെക്കൊണ്ടോ, ശിർക്കിലുണ്ടോ കുഫറിലുണ്ടോ, അവരുടെ ആദർശം ബാത്തിലാണ്, അവർ കുഫറിലാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ അടിത്തറകളിൽ ഒരു അടിത്തറയാണ്. ഇത് ഉറച്ചു നമ്മൾ വിശ്വസിക്കണം. ഒരാൾ പറയാണ്, ഇവിടെ ഇസ്ലാം സ്വീകരിക്കാത്ത വലിയ നന്മകൾ ചെയ്ത, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത, ഉദാഹരണം പറയുകയാണെങ്കിൽ മദർ തെരേസ, സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രശില്പി ഗാന്ധിജി, അദ്ദേഹം ഒരുപാട് ത്യാഗം സഹിച്ച് വസ്ത്രം പോലും ഉപേക്ഷിച്ച് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത വ്യക്തിയാണ്. എന്നാൽ അവരൊന്നും മുസ്ലിമായി മരിച്ചിട്ടില്ല. അവരുടെ പരലോകത്തെ അവസ്ഥ, അവർ നരകത്തിലായിരിക്കും എന്ന് എനിക്ക് പറയാൻ വയ്യ. അത് സംശയമാണ്. അവരൊരുപാട് നന്മ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപക്ഷെ അവർ സ്വർഗത്തിൽ പോയാലോ? ഈ സംശയം ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. അവൻ ശരിയായ ഇസ്ലാമിലല്ല പ്രവേശിച്ചിട്ടുള്ളത്. കാരണം ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹിൽ ബാത്തിൽ. ഇതൊരു മുസ്ലിം വിശ്വസിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് തൗഹീദ് അംഗീകരിച്ച് ജീവിച്ച് മരിച്ചാൽ അതാണ് നേരായ മാർഗം, അതാണ് ഹഖ്. അതിനു പുറമെയുള്ളതെല്ലാം വ്യർത്ഥമാണ്, വ്യാജമാണ്, ബാത്തിലാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി അൽ ബറാഅത്തു മിന ശിർക്കി വ അഹ്ലിഹി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്ന തത്വം നമ്മൾ നടപ്പിലാക്കേണ്ടത് ഒന്നാമതായി നമ്മുടെ ഖൽബിലാണ്. ഉറച്ച് നമ്മൾ വിശ്വസിക്കണം, ശിർക്കിന്റെയും കുഫ്റിന്റെയും വക്താക്കൾ അവർ ളലാലത്തിലാണ്, അവർ വഴികേടിലാണ്, അവർ നാളെ ആഖിറത്തിൽ നരകത്തിന്റെ വിറകായിത്തീരുന്നവരാണ് എന്ന് ഉറച്ച് നമ്മൾ വിശ്വസിക്കണം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരോട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം പാടുകയില്ല, അവരോട് നമ്മുടെ ഹൃദയത്തിൽ ഇഷ്ടം പാടില്ല. ഇത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയണ, ഒരാൾ സൂര്യന് സുജൂദ് ചെയ്യുന്നു, ഒരാൾ നക്ഷത്രത്തെ ആരാധിക്കുന്നു, ഒരാൾ കുരിശിന്റെ മുമ്പിൽ പോയി നിസ്കരിക്കുന്നു, അതല്ലെങ്കിൽ ഒരാൾ ഖബറിൽ പോയി ഖബറിലുള്ള ആളുകളെ വിളിച്ച് നേർക്കുനേരെ ദുആ ചെയ്യുന്നു, അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെ. ഇവരെ കുറിച്ച് നമ്മൾ എന്തു പറയും? ഇവരെ കുറിച്ച് നമ്മൾ എന്തു പറയും? അവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയണോ? അവരെ നാം വെറുക്കുന്നു എന്ന് പറയണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലം യകുൽ ലഹു കുഫുവൻ അഹദ് ലം യലിദ് വലം യൂലദ്. അല്ലാഹുവിന് സന്താനങ്ങളില്ല, അല്ലാഹു അവരുടെയും സന്താനമായി ജനിച്ചിട്ടില്ല. നസാറാക്കൾ പറയുന്നു അല്ലാഹു ഒരു സന്താനമുണ്ട്, ഈസാ നബി അല്ലാഹുവിന്റെ പുത്രനാണ്, അദ്ദേഹം ജനിച്ച ദിവസമാണ് ഡിസംബർ 25, അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള നിന്റെ ഇഷ്ടം സത്യസന്ധമാണെങ്കിൽ അല്ലാഹുവിന് പുത്രനുണ്ട് എന്ന് പറയുന്നവരോട് നിനക്ക് ഇഷ്ടമുണ്ടാകുമോ? പറയുന്നു. നമ്മുടെ പിതാവിനൊരു ചാരസന്തതിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് പറയുന്നവനെ പിടിച്ച് നമ്മൾ സ്നേഹിക്കുമോ? അവനോട് അടുക്കാനും സൗഹൃദം സ്ഥാപിക്കാനും നമുക്ക് സാധിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവന് നൽകേണ്ടുന്ന ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ച് നൽകുന്നവർ, അവരോട് നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് നമുക്ക് സ്നേഹം ഉണ്ടാവുക? ഹൃദയത്തിൽ എങ്ങനെയാണ് ഇഷ്ടമുണ്ടാകുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തിൽ ശിർക്കിലും കുഫ്റിലുമായിട്ടുള്ള ആളുകളോട് വെറുപ്പുണ്ടാകണം, ഇഷ്ടമുണ്ടാകരുത്, സ്നേഹമുണ്ടാകരുത്. മൂന്നാമത്തെ കാര്യം, അങ്ങനെ ഒരാൾ ശിർക്കിലായി കുഫ്റിലായി മരിച്ചാൽ അവൻ കാഫിറായി മുശ്രിക്കായി നാളെ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് ഉറച്ച് നമ്മൾ വിശ്വസിക്കണം. അതിൽ യാതൊരു സംശയവും പാടില്ല. അല്ലാഹു സൂറത്തുൽ ബയ്യിനയിൽ പറഞ്ഞു, ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. വേദക്കാരിൽപ്പെട്ടവർ ആരാണ്? വേദക്കാർ ജൂതന്മാരും നസാറാക്കളും മറ്റു മുശ്രിക്കുകൾ
മറ്റേത് ദീനും കൊണ്ടാടുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകൾ ആരുമാകട്ടെ. ലം യകുനില്ലദീന കഫറു, അവരവരുടെ കുഫറായിട്ടുള്ള നസ്രാനിയത്തിൽ നിന്നും അതുപോലെ തന്നെ ജൂതമതത്തിൽ നിന്നും ശിർക്കിൽ നിന്ന് വിട്ടുപോരുന്നത് വരെ ഹത്താ തഅതിയഹുൽ ബയ്യിന, യഥാർത്ഥ തെളിവ് അവർക്ക് വന്നു കിട്ടുകയും അവരതിൽ നിന്ന് വേർപെട്ടു പോരുകയും ചെയ്യുന്നത് വരെ അവര് കാഫിറുകളായി തന്നെ തുടരും. അവർ ഈമാനുള്ളവരായി തീരില്ല. എന്ന് പറഞ്ഞാൽ ജൂതനാകട്ടെ നസ്രാനിയാകട്ടെ മറ്റേത് ശിർക്കിന്റെ വക്താവാകട്ടെ അവൻ കാഫിറാണ്. അവൻ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്കാണ്. അവന്റെ സങ്കേതം സ്വർഗമല്ല എന്നുറച്ചു വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഖുർആനിന്റെ അധ്യാപനമാണ്. സൂറത്തുൽ ഫത്ഹിലെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലി, ആരല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നില്ലയോ, ഫഇന്നാ അഅതദ്നാ ലിൽ കാഫിരീന സഈറ, അങ്ങനെയുള്ള കാഫിറുകൾക്ക് നരകമാണ്, കത്തിജ്വലിക്കുന്ന നരകമാണ് നാം ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലാഹു പറയാണ്. അപ്പൊ അല്ലാഹുവിലും റസൂലിലും ഒരാൾ വിശ്വസിച്ചില്ലേ അവൻ കാഫിറാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവൻ ഇനി കേവലം ഇസ്ലാമിന്റെ പേര് വെച്ച മുസ്ലിം നാമധാരിയാണെങ്കിലും ശരി, അള്ളാഹുനെയും റസൂലിനെയും അംഗീകരിച്ചില്ലേ, അള്ളാഹുനെയും റസൂലിനെയും അംഗീകരിക്കാത്ത മാപ്പിള സഖാവാണ്. എന്താണ് അവനെ കുറിച്ചുള്ള നമ്മളെ വിശ്വാസം? അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. അവന്റെ പേരെന്തോ ആകട്ടെ, അവൻ നാളെ നരകത്തിന്റെ വിറകായിത്തീരുന്നവനാണ്. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഇതാണ് 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം, അവരോട് നമുക്ക് വിയോജിപ്പും അതുപോലെ തന്നെ വെറുപ്പും പ്രകടമാകണം. എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ സൂറത്തുൽ മുംതഹനയിലെ ആയത്തിലേക്ക് നമുക്ക് വരാം. ഇബ്രാഹിം നബിയുടെ ഭാഷ, ഖദ് കാനത് ലക്കും, നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിൽ മാതൃകയുണ്ട് എന്നാണ് പറഞ്ഞത്. ആർക്ക്? അവിടെ പറഞ്ഞ നിങ്ങൾ ആരാണ്? സകല മുസ്ലിമീങ്ങളും. അതുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഇബ്രാഹിം നബിയിലുള്ള മാതൃക എന്താണ്? ആദ്യം ഇബ്രാഹിം നബി പറഞ്ഞത് ഇന്ന ബുറആഉ മിൻകും എന്നാണ്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വേറിട്ട് നിൽക്കുന്നു. ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ തൗഹീദിനു വേണ്ടി ശബ്ദിക്കുന്ന ചില സംഘടനകളുണ്ട്. അവർ പറയും ഷിർക്കിനോടും കുഫറിനോടും നമ്മൾ വിട്ടുന്നാ മതി, അതിന്റെ വക്താക്കളോട് നമുക്ക് വിദ്വേഷമില്ല, നമുക്ക് വെറുപ്പ് പാടില്ല. ഇസ്ലാമിന്റെ അടിത്തറക്ക് ഘടകവിരുദ്ധമാണ് ഈ ഭാഷ്യം. അൽ ബറാഅത്തു മിനശ് ശിർക്കി വ അഹ്ലിഹി എന്ന് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞ ഇസ്ലാമിന്റെ നിർവചനം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത്, അതിനോടെതിരാണിത്. ഇബ്രാഹിം നബി പറഞ്ഞത് എന്താണ്? ഇന്ന ബുറആഉ മിൻകും, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ്. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ല, നിങ്ങൾ ആരാധിക്കുന്നവയിൽ നിന്നും. അതുകൊണ്ട് ശിർക്കിൽ നിന്നും അതിന്റെ വക്താക്കളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കണം. ഇവിടെ ഇക്കൂട്ടർ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? ഒരു മദ്യപാനി, മദ്യപിച്ച് ലക്ക് കെട്ട് 4 കാലിൽ എഴിയുന്ന അറിയപ്പെട്ടൊരു മദ്യപാനി, അയാളോട് പോയി നമ്മൾ അടുപ്പം കാണിച്ച് പറയാണ്, അല്ലയോ മദ്യപാനി, താങ്കളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, എന്റെ ഹൃദയത്തിൽ താങ്കളോടുള്ള സ്നേഹം തുളുമ്പുന്നു, പക്ഷേ താങ്കളുടെ നീചമായ വൃത്തിയാകുന്ന മദ്യപാനം എന്ന മഹാതിന്മ, സാമൂഹിക തിന്മയെ ഞാൻ വെറുക്കുന്നു. എങ്ങനെ പറയാം? ഒരു വ്യഭിചാരി, സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു കൊലയാളി, കുറ്റവാളി, അവനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു നാവിൽ, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷെ നിങ്ങളുടെ തിന്മയെ വെറുക്കുന്നു. ഇതെങ്ങനെയാണ് ആത്മാർത്ഥ? ഒരു കാര്യത്തോട് ഹൃദയത്തിൽ വെറുപ്പുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നവരോട് അടുക്കാൻ സാധിക്കുക? നമ്മുടെ മക്കളെ അത്തരത്തിൽ തോന്നിവാസം ചെയ്യുന്നവരോടൊപ്പം നമ്മൾ ഇരുത്തുമോ? അവരടുത്തുകൂടെ നമ്മൾ മക്കളെ വിടുമോ? അതല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമെങ്കിലും നമ്മുടെ മക്കളുടെ അടുത്തുണ്ടായാൽ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഏറ്റവും വലിയ തിന്മയായ ശിർക്കിന്റെയും കുഫറിന്റെയും വക്താക്കളോട് നമുക്ക് സ്നേഹമാണ്, ഉള്ളിൽ വെറുപ്പില്ല, നിങ്ങൾ ചെയ്യുന്ന തിന്മയോടാണ്, ശിർക്കിനോടാണ്, കുഫറിനോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പ് എന്ന് പറഞ്ഞത്. എങ്ങനെയാണത് ആത്മാർത്ഥതയാകുക? എങ്ങനെയാണ് ആ വാദം യാഥാർത്ഥ്യമാകുക? വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇസ്ലാമിലുള്ളത് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ എളുപ്പമാണ്. കഫർനാ ബിക്കും, എന്നിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളെ നിഷേധിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഈ ആശയത്തെ, നിങ്ങളുടെ ഈ പ്രത്യയശാസ്ത്രത്തെ ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ദാഉ അബദൻ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദ, നിങ്ങൾ തൗഹീദിലേക്ക് മടങ്ങുന്നത് വരെ നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിലുള്ള അദാവത്തും ബഗ്ദാവും എന്താണ്? ശത്രുതയും വിദ്വേഷവും. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ ശത്രുതയും വിദ്വേഷവും എവിടെയാണ് വേണ്ടത്? അഖീദ ഖൽബിയ, ഹൃദയത്തിലാണ് വേണ്ടത്. അത് നിർബന്ധമായി നമ്മുടെ മനസ്സിൽ
അവരോട് ഒരു കാഫിറാണോ, ഒരു മുശ്രിക്കാണോ, ഒരു തോന്നിവാസിയാണോ അയാളോട് വെറുപ്പുണ്ടാകുന്നത് പോലെ ഏറ്റവും വലിയ തിന്മയായ ശിർക്ക് ചെയ്യുന്ന ആളോട് നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പേ പാടൂ, സ്നേഹം പാടില്ല. ഹൃദയത്തിൽ നമുക്ക് അവരോട് അനിഷ്ടമേ പാടൂ, സ്നേഹം പാടില്ല. ഇത് നിർബന്ധമാണ്. അവൻ തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഹൃദയത്തിൽ അവനോട് നമുക്ക് സ്നേഹമുണ്ടാകുകയില്ല. അവൻ നമ്മുടെ ശത്രുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുംതഹനിലെ 1-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? 1-ാമത്തെ ആയത്തിൽ ലാ തത്തഖിദു അദുവി വ അദുവക്കും ഔലിയ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ശത്രുക്കൾ, അവരെ നിങ്ങൾ മിത്രങ്ങളാക്കുക. ആരാണ് എന്റെയും നിന്റെയും ശത്രുക്കൾ എന്ന് അല്ലാഹു പറഞ്ഞത്? അൽ യഹൂദ് വൻ നസാറ, ജൂതന്മാർ, നസാറാക്കുകൾ, മുശ്രിക്കുകൾ, കുഫാറുകൾ. തഫ്സീറുള്ളവർ ഈ ആയത്തൊന്ന് മറിച്ചു നോക്കണം. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, അവരോട് സ്നേഹം കാണിച്ച്, സ്നേഹബന്ധം പ്രകടിപ്പിച്ച് നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളോട് മൈത്രി ബന്ധം, മിത്രങ്ങളായി അവരെ സ്വീകരിക്കരുത്. എന്നിട്ട് എന്താ അല്ലാഹു അതിന് കാരണം പറയുന്നത്? വഖദ് കഫറു ബിമാ ജാഅകും മിനൽ ഹഖ്, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നും റസൂലിൽ നിന്നും വന്നെത്തിയ ഹക്കുണ്ടല്ലോ, ശരിയായ ദീനുൽ ഇസ്ലാം, അതിനെ നിഷേധിച്ചവരാണ്, അംഗീകരിക്കാത്തവരാണ്. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ, ശിർക്കിൽ നിന്നും അതിന്റെ വക്താക്കളിൽ നിന്നും വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമതായി ഷിർക്കിന്റെയും കുഫറിന്റെയും നിരർത്ഥകത, അതെത്ര വലിയ വഴികേടാണ്, അത് ഇസ്ലാമിന്റെ അടിത്തറക്കെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ സ്വീകരിക്കാത്ത ആളുകളോട് നമുക്ക് ഹൃദയത്തിൽ വെറുപ്പുണ്ടാകണം, സ്നേഹമുണ്ടാകാൻ പാടില്ല. മൂന്നാമതായി അവർ അതിലായി മരിച്ചാൽ അവർ കാഫിറായിട്ടായിരിക്കും മരിക്കുക. അവരുടെ സങ്കേതം നാളെ നരകത്തിലായിരിക്കും. നാലാമതായി അവരോടുള്ള നമ്മുടെ അനിഷ്ടം അത് ഹൃദയത്തിൽ പ്രകടമാകണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചതുപോലെ അവരുമായി ദീനിയായ യാതൊരു ബന്ധവും, മൈത്രി ബന്ധവും പാടില്ല എന്ന് തുറന്നു പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടുന്ന ബറാഅത്തിന്റെ രൂപങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫാറുകളെ കുറിച്ച്, മുശ്രിക്കുകളെ കുറിച്ച് നമ്മോട് പറഞ്ഞത് അവർ ഇസ്ലാമിന്റെ, നിങ്ങളുടെ, എന്റെ ശത്രുക്കളാണെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അവരോട് സ്നേഹം കാണിച്ച് അവരെ മിത്രങ്ങളാക്കരുത്. അള്ളാഹുവിന്റെ ശത്രുക്കളെ മിത്രങ്ങളാക്കാൻ ഒരു മുസ്ലിമിന് പാടുകയില്ല. എന്നാൽ ഇതെല്ലാം ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കേണ്ടുന്ന നമ്മുടെ അഖ്ദിയായ വിശ്വാസകാര്യങ്ങളിൽപ്പെട്ടതാണ്. ബാഹ്യമായി നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ക്രയവിക്രയങ്ങളിൽ, ബാഹ്യമായി മുആമലത്തിൽ നമുക്കവരോട്, പ്രത്യേകിച്ച് നമ്മോട് ഇങ്ങോട്ട് ശല്യം ചെയ്യാൻ വരാത്ത, നമ്മുടെ ദീനിന്റെ പേരിൽ നമ്മോട് പോരടിക്കാൻ വരാത്ത, പച്ചയായി പറഞ്ഞാൽ RSS BJP ചിന്താഗതി ഇല്ലാത്ത മുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട്, നല്ല നിലയിൽ നിൽക്കുന്ന അവരുടെ അയൽവാസികൾ, അവർക്കിടയിൽ ജീവിക്കുന്ന നാട്ടുകാർ, അവരോട് നല്ല രൂപത്തിൽ ഇടപെടുകയും അവരുമായി ഇടപാടുകൾ നടത്തുകയും കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഇതിനെതിരാണ്. അത് ബാഹ്യമായി നമ്മൾ ചെയ്യേണ്ടുന്ന, നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഇളവുകളാണ്. ഒരു മുസ്ലിമിന്റെ സ്വത്വബോധമുള്ള ഒരാളും ഇങ്ങനെയുള്ള ഹർബിയായ കുഫാറുകളുടെ അടുത്ത് പോയി അവരുമായി സാമ്പത്തിക ഇടപാടുകളോ ക്രയവിക്രയങ്ങളോ ബോധപൂർവ്വം അവർ ചെയ്യില്ല. സ്വാഭാവികമായും അങ്ങനെയുള്ള ആളുകൾക്ക്, മുസ്ലിമീങ്ങളെ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെതിരെ തിരിയുന്ന ഇത്തരം ആളുകൾക്ക് അതിനുള്ള വഴിയൊരുക്കി വെക്കാൻ ഒരു മുസ്ലിമിന്റെ സ്വത്വബോധമുള്ള ഒരാൾ നിൽക്കുകയില്ല. എന്നാൽ അതല്ലാത്ത കാഫിറുകൾ, മുശ്രിക്കുകൾ, അവരുമായി ഭൗതികമായ ഇങ്ങനെയുള്ള മുആമലത്ത്, നല്ല ബന്ധങ്ങൾ, ഹൃദയത്തിൽ അവരെ സ്നേഹിക്കാനുള്ള
അവരുള്ള കുഫ്ർ, അവരെ ശിർക്ക് അതിനെ ന്യായീകരിക്കാനുള്ള തെളിവുമല്ല. അവരെ സഹോദരങ്ങളെന്നും അവരെ നമ്മുടെ ആത്മമിത്രങ്ങളെന്നും വിശേഷിപ്പിക്കാനുള്ള ദലീലുമല്ല. മറിച്ച് മുഅ്മിനീങ്ങൾ അവർ തമ്മിൽ മാത്രമാണ് സാഹോദര്യ ബന്ധം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഖുർആനിൽ എന്താ പറഞ്ഞത്? ഇന്നമ എന്ന് പറഞ്ഞാൽ യുഫീദുൽ ഹസ്ർ. ഇന്നമക്ക് ശേഷം വന്നിട്ടുള്ളത് എന്താണോ പരാമർശം അതിൽ മാത്രം പരിമിതപ്പെടുകയാണ്. ഇഖ്വാനുകൾ, സഹോദരങ്ങൾ മുഅ്മിനീങ്ങൾ മാത്രമാണ്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ഹദീസിൽ വന്നതാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഒരു കാഫിറിനെ കുറിച്ച്, ഒരു മുസ്ലിമിനെ കുറിച്ച്, മുശ്രിക്കിനെ കുറിച്ച് എന്റെ സഹോദരൻ എന്ന് പറയാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മോട് ഇങ്ങോട്ട് പോരടിക്കാൻ വരാത്ത മുശ്രിക്കുകൾ, കുഫാറുകൾ, അവരോട് നല്ല നിലയിൽ നീതിയിൽ നിലകൊള്ളാൻ വേണ്ടി ഖുർആനിൽ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുംതഹനയിൽ തന്നെ ബറാഅത്തിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ച സൂറത്തു അൽ മുംതഹനയിൽ തന്നെ അല്ലാഹു പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. നിങ്ങളോട് ദീനിന്റെ പേരിൽ പോരടിക്കാൻ വരാത്ത, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് കലാപമുണ്ടാക്കി നിങ്ങളെ പുറത്താക്കാത്ത കുഫാറുകൾ, അവരോട് അൻതബറൂഹും വതുഖ്സിതു ഇലൈഹിം, പുണ്യം ചെയ്യാനോ നന്മയിൽ നിലകൊള്ളാനോ അവരോട് നീതികേട് പ്രവർത്തിക്കാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നില്ല. അവരോട് നല്ല നിലയിൽ നിലകൊള്ളാൻ, അവരോട് നീതിയിൽ നിലകൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിലക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എങ്ങനെയുള്ള കാഫിറുകൾ? നമ്മോട് ദീനിന്റെ വിഷയത്തിൽ ഇങ്ങോട്ട് പോരടിക്കാൻ വരാത്ത, നമ്മോട് നല്ല നിലയിൽ നിൽക്കുന്ന കാഫിറുകളോട് നല്ല നിലയിൽ പെരുമാറാനും ഇടപാടുകൾ നടത്താനും കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കാനും നീതിയിൽ നിലകൊള്ളാനും അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ശത്രുക്കളായിട്ടുള്ള, പരസ്യമായത് പ്രഖ്യാപിക്കുന്ന മുസ്ലിമിനെയും ഇസ്ലാമിനെയും അവർ മുസ്ലിമീങ്ങളായി ഇസ്ലാമിന്റെ വക്താക്കളായി എന്നതിന്റെ പേരിൽ പോരടിക്കാൻ വരുന്നവരോട് അങ്ങോട്ട് പോയി നല്ല നിലയിൽ ബന്ധം സ്ഥാപിക്കാനോ അവരോട് സൗഹാർദ്ദപരമായി പെരുമാറാനോ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. പക്ഷേ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമുള്ള നാടുകളിൽ, ഈ പറഞ്ഞ കുഫാറുകൾക്ക് സ്വാധീനമുള്ള നാടുകളിൽ അവരോട് അങ്ങോട്ട് പോയി പ്രകോപനമുണ്ടാക്കി ശത്രുത പരസ്യമായി പ്രഖ്യാപിച്ച് മുസ്ലിമീങ്ങളുടെ ദൗർബല്യത്തിനു മേൽ ദൗർബല്യം ഇരന്നു വാങ്ങാൻ, മുസ്ലിമീങ്ങൾ എല്ലായിടത്തു നിന്ന് അവരെ നാമാവശേഷമാക്കാൻ വൈകാരികമായി ഇടപെടുന്നതും, അങ്ങനെ പോകുന്ന ആളുകൾ, എടാ കാഫിറെ, നീ നമ്മുടെ ശത്രുവാണ്, നീയുമായി ഞാനുമായി ശത്രുതയാണ്, വിദ്വേഷമാണ് എന്നവനെ നോക്കി നീ നരകത്തിന്റെ വിറകായി തീരേണ്ടവനാണ് എന്നിങ്ങനെ പരസ്യമായ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി പറയണമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയുള്ളിടത്ത് പോയി മസിൽ പവർ കാണിച്ച് അവരെ ചൊടിപ്പിച്ച് അവരുടെ ശക്തി മേഖലകളിൽ പോയി കിട്ടിയത് ഇരന്നു വാങ്ങണം എന്നല്ല നമ്മൾ പറഞ്ഞത്. മറിച്ച് ഇത് അടിസ്ഥാനം ഉൾക്കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മേഖലകളിൽ ഒഴിവാക്കി നിർത്തേണ്ടത് ഒഴിവാക്കി ബുദ്ധിപരമായി യുക്തിപരമായി ചെയ്യണം. പക്ഷേ എന്നിരുന്നാലും അടിസ്ഥാനപരമായി നമ്മുടെ അഖീദയിൽ അവരോട് വെറുപ്പാണ്, ദേഷ്യമാണ്, വിദ്വേഷമാണ്. ഹൃദയത്തിൽ അവരോട് മൈത്രി ബന്ധമില്ല എന്നതാണ് ഇസ്ലാമിന്റെ ശരിയായ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ രംഗത്തെ ബറാഅത്തിന്റെ പാഠം. ഇതാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇസ്ലാമിന്റെ നിർവചനമായി നമ്മെ പഠിപ്പിച്ചത്. ഇതെങ്കിലും മുസ്ലിം ഉമ്മത്ത് പഠിച്ചിരുന്നുവെങ്കിൽ, ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും തലമുടിയുടെ കോലംകെട്ടലിൽ വരെ, വസ്ത്രധാരണത്തിൽ, അവരുടെ താടിയിൽ, അവരുടെ മീശയിൽ, അവരുടെ നടത്തത്തിൽ, അവരുടെ ഇരുത്തത്തിൽ, അവരുടെ ഡ്രസ് കോഡിൽ, അവരാഘോഷിക്കുന്ന സകല ആഘോഷങ്ങളും വളരെ വൈചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ആഘോഷങ്ങളൊന്നും അവരെ ഏറ്റെടുക്കുന്നില്ല. ഇവിടെ ക്രിസ്മസും ഓണവും അതല്ലെങ്കിൽ അമുസ്ലിമീങ്ങൾ നടത്തുന്ന സകല ആഘോഷങ്ങളും അത് ദേശീയ ഉത്സവമായി പ്രഖ്യാപിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മുസ്ലിമീങ്ങൾ, അവർക്കൊപ്പം ആഘോഷിക്കാൻ. എന്തുകൊണ്ട് മുസ്ലിമിന്റെ ആഘോഷങ്ങൾ അവരിങ്ങോട്ട് അതിനോട് താതാത്മ്യപ്പെടുന്നില്ല? അവർ വേഷം കൊണ്ടുപോലും മുസ്ലിമീങ്ങളോട് സാദൃശ്യപ്പെടുന്നില്ല. എന്തുകൊണ്ടില്ല? മുസ്ലിമീങ്ങൾ അവരെ ദീൻ എന്ന് കൈയൊഴിഞ്ഞ് അനിസ്ലാമികതകളിലേക്ക് ചേക്കേറിയോ അന്ന് മുസ്ലിമീങ്ങളുടെ ഇജ്ജത്ത് നഷ്ടപ്പെടുന്നു. മുസ്ലിമീങ്ങൾ എന്ന് ഇത്തരത്തിലുള്ള മുശ്രിക്കുകളെ, കുഫാറുകളെ അവരോട് സാദൃശ്യം വെച്ച് പുലർത്തുന്നു, അന്ന് അവർ
നിന്ദ്യതയും പതിത്വവും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാ രംഗത്തും. ഈ കുഫാറുകളോട് മുശ്രിക്കുകളോടുള്ള സാദൃശ്യം, അവരുടെ ആചാരങ്ങളും വേഷങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആരാധനകളിലുള്ള സാദൃശ്യത്തിന്റെ പ്രധാന കാരണം എന്താ? ഈ ബറാഅത്ത് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. അവർ ഇസ്ലാമിനെതിരാണ്, അവർ കുഫറിലാണ്, അവർ ശിർക്കിലാണ്, അവർ വമ്പിച്ച വഴികേടിലാണ്. അവർ കാഫിറായി ശിർക്കിലായി മരിച്ചാൽ നരകത്തിന്റെ വിറകായി തീരേണ്ടവരാണ്. അവർ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു നിലക്കുമുള്ള സാദൃശ്യം പാടില്ല എന്ന വിശ്വാസത്തിന്റെ അടിത്തറ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കാത്ത മുസ്ലിം എങ്ങനെയാണ് അവരോട് സാദൃശ്യപ്പെടാതിരിക്കുക? അവർ തുള്ളുന്നിടത്തെല്ലാം കോലം കെട്ടി തുള്ളാതിരിക്കുക? അവരുടെ ആഘോഷങ്ങളിലെല്ലാം നേതൃത്വം വഹിക്കുന്നവരായി തീരാതിരിക്കുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മുടെ അഖീദയാണ്, ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. ഇതാണ് ഇസ്ലാമിനെ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം പഠിപ്പിച്ച നിർവചിച്ച മഹത്തായ നിർവചനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ബാറക നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.